ഇപ്പോൾ ഒരു ബസ്സിംഗ് വേർഡാണ് ജെൻസി. എവിടെ പോയാലും ജെൻസി ജെൻസി, എല്ലാ സാഹിത്യോത്സവങ്ങളും ജെൻസി ജെൻസി. ഇറ്റ്സ് എ ബസ്സിംഗ് വേർഡ്, ഒരു ഹോട്ട് ടോപ്പിക്കാണ്. 1996 തൊട്ട് 2012 വരെ ഉള്ള കാലഘട്ടത്തിൽ ജനിച്ചവരാണ് ജെൻസി. 96 മുതൽ അവരിവിടെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഒബ്സെഷൻ എന്ന രീതിയിൽ പല ചർച്ചകളും ഇപ്പോൾ ഈ അടുത്ത് നടന്ന എല്ലാ സാഹിത്യോത്സവത്തിലും ചർച്ച അതായിരുന്നു. ഇവരൊക്കെ ഇവിടെ മുന്നേ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ചുമ്മാ നത്തിങ് ബർഗർ, ഒന്നുമില്ല, ഒരു കാര്യമില്ല, വെറുതെ ഒരു ചർച്ച, ഒരു 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 എന്താ പറയുക, ചർച്ചയ്ക്ക് വേണ്ടി ഒരു ചർച്ച ഉണ്ടാക്കുക എന്നുള്ളൊരു അഭിപ്രായം പൊതുവിൽ കാണാറുണ്ട്. 1996 ജനിച്ചപ്പോൾ അല്ലെങ്കിൽ ജനിച്ചവർ ജെൻസിയാണ്, സമ്മതിക്കുന്നു. 96, 97, 98 അല്ലെങ്കിൽ 2000 ആ സമയത്തൊന്നും ആ ഒരു ജനറേഷൻ ഇവിടെ വിപ്ലവകരമായ ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. അവർ മണ്ണിൽ കളിക്കുന്ന ഒരു പ്രായമാണ്, എഴഞ്ഞു നടക്കുന്ന ഒരു പ്രായമാണ്. എപ്പോഴാണ് നമുക്കൊരു ജനറേഷൻ്റെ ഇമ്പാക്റ്റ് തിരിച്ചറിയാം? ആ ജനറേഷൻ ടീനേജിലേക്കും 20കളിലേക്കും കടക്കുമ്പോഴാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒബ്സെഷൻ. അതായത് ഒരു 2012 കൂടിയിട്ട് ഭയങ്കര വിപ്ലവകരമായൊരു മാറ്റം നമ്മുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു 10-12 കാലഘട്ടത്തിൽ ഒന്ന്, സ്മാർട്ട് ഫോൺ വളരെ കോൺസ്റ്റൻ്റ് ആൻഡ് അഫോർഡബിൾ ആയി മാറി. അന്ന് വരെ സ്മാർട്ട് ഫോൺ എല്ലാവരുടെ കയ്യിലും എത്തിയിട്ടില്ല, അത്ര അഫോർഡബിളും ആയിരുന്നില്ല. ഒരു 10-12 ആ കാലഘട്ടത്തോടുകൂടി സ്മാർട്ട് ഫോൺ എല്ലാവരുടെ കയ്യിലേക്ക് എത്തി. പിന്നെ അതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു നേച്ചർ മാറും. അതുവരെ സോഷ്യൽ മീഡിയ, ഓർക്കുട്ട്, ഫേസ്ബുക്ക് ഒക്കെ നമുക്ക് എന്തായിരുന്നു, ഷെയർ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമായിരുന്നു. ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ ഷെയർ ചെയ്യാനായിട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് വാസ് ജസ്റ്റ് ഷെയറിങ്. 12-13 കൂടി അല്ലെങ്കിൽ ഒരു 10 ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയ ഷെയറിങ്ങിൽ നിന്ന് പെർഫോമൻസിലേക്ക് മാറി ബിക്കോസ് ഓഫ് ടിക്ടോക്ക്. ഈ ജെൻസി കൾച്ചറിൻ്റെ ഒരു പിവറ്റൽ പോയിന്റ്, ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ടിക്ടോക്കാണ്. അത് സമ്മതിച്ചേ പറ്റുള്ളൂ. അതിന് മുമ്പ് അതിനൊരു വേർഷൻ ഉണ്ടായിരുന്നു മ്യൂസിക്കലി, അതിനുശേഷം ടിക്ടോക്ക് വന്നിട്ടുണ്ട്. അതിലൂടെയാണ് ഒരു വളരെ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് മുമ്പുള്ള കാലഘട്ടം വരെ ഇപ്പം നമ്മളിവിടെ ഒരുപാട് പദങ്ങളൊക്കെ സീൻ, കോൺട്ര അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു അല്ലേ. അപ്പം അത് പക്ഷേ ഈ ഗ്ലോബലി അത് എല്ലാവരും തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളത് സംശയമാണ്. ഇവിടെയുള്ള കുറച്ച് പേർക്ക് അത് അറിയായിരുന്നു. എന്നാൽ ഇന്ന് 6-7 എന്ന് പറയുമ്പോൾ പാരീസിലുള്ള ടീനേജിലുള്ള ഒരു കുട്ടിക്കും മനസ്സിലാവും, കേരളത്തിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും മനസ്സിലാവും, ലോകത്ത് ഏത് കോണിലുള്ള കുട്ടികളും 6-7 എന്ന് പറയും അല്ലേ. അതെന്തുകൊണ്ടാണ്? ഇറ്റ്സ് ബിക്കോസ് ഈ സോഷ്യൽ മീഡിയ, ടിക്ടോക്ക് ഒക്കെ ഒരു ചെലുത്തുന്ന സ്വാധീനം കാരണം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൾച്ചർ ഗ്ലോബലി റെസൊനേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഏതൊരു ജനറേഷനും ഹൈപ്പർ നോട്ടീസ് ചെയ്യപ്പെടുക അവർ വർക്ക് ഫോഴ്സിലേക്ക് കടക്കുമ്പോഴാണ്. അതായത് അവർ 20കളിലേക്ക് എത്തി അവർ ജോലി സ്പേസുകളിലേക്ക് കടക്കുമ്പോഴാണ് അവർ പലതിനെയും ചലഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോഴൊക്കെയാണ് നമ്മൾ നോട്ടീസ് ചെയ്തത്. ആ നോട്ടീസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇവർ ടീനേജൊക്കെ ഏകദേശം അതിൻ്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ ടീനേജൊക്കെ കടന്ന് ജോലി സ്ഥലങ്ങളിലേക്ക് എത്തി. അപ്പോൾ ഇവർ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാവരെയും അസ്വസ്ഥരാക്കാനായിട്ട് തുടങ്ങി. അതാണ് ആക്ച്വലി ഉണ്ടാവുന്നത് അല്ലേ. ഇപ്പം ഇതിന് മുമ്പുള്ള, ഇപ്പോൾ 90കളിലുള്ള ജനറേഷൻ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ ഇവർ ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 90കളിലുള്ള ഒരുവിധം എല്ലാവരും വർക്കഹോളിക്കാണ്. രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്യാൻ പറഞ്ഞാൽ നമ്മളവിടെ ഇരുന്ന് ചെയ്യും. അയ്യോ, നമ്മുടെ സീനിയർ പറഞ്ഞിട്ടുണ്ട്, മാനേജർ പറഞ്ഞിട്ടുണ്ട്, വിൽ ഡു ദ വർക്ക്. അങ്ങനെയാണ് ഒരു ആറ്റിറ്റ്യൂഡ്. എന്നാൽ ഇന്നിപ്പോൾ കുട്ടികളോട് നിങ്ങൾ ഓവർ ടൈം പണിയെടുക്കണം, അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ദേ വിൽ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുമ്പോൾ ജെൻസി എന്ന് നമ്മൾ കീവേഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ എംപ്ലോയേഴ്സ് ആർ ഫെഡ് അപ്പ് വിത്ത് ജെൻസി എന്നുള്ള കുറേ ആർട്ടിക്കിൾ നമുക്ക് കാണാം. ദേ ആർ ഫ്ലാബഗാസ്റ്റഡ് ബൈ ദിസ് ജെൻസി സ്റ്റെയർ എന്നൊക്കെ പറഞ്ഞ് കാണാം അല്ലേ. 2K കിഡ്സിനെ കൊണ്ട് തോറ്റു എന്നൊക്കെ പറഞ്ഞ് കാണാം. അതൊരു നെഗറ്റീവ് ഒരു സെൻസിലാണ് പലരും പറയുന്നത്. പക്ഷേ ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം ഞാൻ 90സിലുള്ള ഒരാളാണ്. ഇപ്പം എന്നോട് ഓവർ ടൈം പണിയെടുക്കാൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡൻറ്റിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുണ്ട് ചോദിക്കണം എന്ന്. പക്ഷെ അത് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, നമ്മൾ വളരെ സബ്മിസീവായിട്ടുള്ള രീതിയിലാണ് കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ജെൻസി, ഐ തിങ്ക് ദേ ആർ ദ ഫസ്റ്റ് സെൽഫ് റിഫ്ലെക്സീവ് ആൻഡ് അവെയർ ജനറേഷൻ. അവർ വളരെ അവെയറാണ്, ഒരു രീതിയിൽ പറഞ്ഞാൽ വളരെ അവെയറാണ് എല്ലാ രീതിയിലും. ഒരു പക്ഷേ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ മാരേജ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ ഒരു പബ്ലിക് ഡിസ്കോഴ്സിലേക്ക് ചർച്ച കൊണ്ടുവന്നിട്ടുള്ള ഒരു ജനറേഷനാണ് ജെൻസി.